ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചേട്ടൻ പറഞ്ഞതുപോലെ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതം, അഡ്ജസ്റ്റ്മെന്റ് കല്യാണം. ഞാനും അങ്ങനെ തന്നെ കാണാനാ ശ്രമിക്കുന്നത്. പക്ഷേ എന്നെ കൊണ്ട് അതിനാകുന്നില്ല. സച്ചേട്ടന്റെ ഭാര്യയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ അർച്ചനയുടെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് അർച്ചനയുടെ വീടാണ്. ആതിര ആഹാരം കഴിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് ദയാനന്ദ മാഷും വരുന്നു. എന്താ കമലെ, നിന്റെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത് എന്ന് മാഷ് ചോദിക്കുമ്പോൾ ആതിര പറയുകയാണ്, ഞാൻ വന്നപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇത് കേൾക്കുന്ന കമല ദേഷ്യത്തോടെ പറയുകയാണ്, ഇവള് അച്ചുവിനെ കാണാനായിട്ട് അവിടെ പോയിരിക്കുകയായിരുന്നു. എന്നിട്ട് വന്നിട്ട് ഇത്ര നേരമായിട്ടും അവിടുത്തെ ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല. മോളെ, അമ്മയെപ്പോലെ തന്നെ അച്ചുവിന്റെ വിശേഷങ്ങൾ അറിയാൻ അച്ഛനും കാത്തിരിക്കുകയായിരുന്നെന്ന് മാഷും പറയുന്നു. അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടേക്ക് പോകാൻ വയ്യ. ഞാൻ അവിടെ നാണം കെട്ട് ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളോട് പറയണമല്ലേ? മോളെ, അതൊരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടുന്ന അച്ഛനും അമ്മയ്ക്കും മാത്രമേ പറഞ്ഞാൽ മനസ്സിലാകൂ. ഞങ്ങൾക്കങ്ങനെ എപ്പോഴും അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. അതുപോലല്ലോ നീ. നിന്നെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഇതേ വിഷമം തന്നെ ഉണ്ടാകും. തുടർന്ന് ആതിര പറയുകയാണ്, അവിടെ അച്ചുവേട്ടത്തിക്ക് ഒരു കുഴപ്പവുമില്ല. അവന്തികേട്ടത്തിയും സച്ചേട്ടനുമൊക്കെ ചേച്ചിയോട് കമ്പനി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ചേച്ചി താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. ചേച്ചിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനാണത്രേ ഇഷ്ടം. ഇത് കേൾക്കുന്ന മാഷ് പറയുകയാണ്, അതെന്താണെങ്കിലും നന്നായി. അവന്തിക ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയപ്പോഴാണ് സേതുവിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ആയത്. ഇപ്പോ നമ്മുടെ മോള് ചെന്നപ്പോഴാ എല്ലാം ഒന്ന് ശരിയായി വരുന്നത്. ഇത് കേൾക്കുന്ന കമല പറയുകയാണ്, എങ്കിൽ എനിക്ക് അതിനോട് യോജിപ്പില്ല. അച്ചു എന്താണെങ്കിലും കാണിച്ചത് മോശമായി പോയി. ഓഫീസിൽ അവർ ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ ജോയിൻ ചെയ്യണമായിരുന്നു. ഇനി ഇങ്ങനൊരു അവസരം കിട്ടുമെന്ന് മാഷിന് തോന്നുന്നുണ്ടോ? എന്റെ കമലെ, അത് അവരുടെ കമ്പനിയല്ലേ, അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാമല്ലോ എന്ന് മാഷും പറയുകയാണ്. പിന്നെ എന്നെ ആരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടതെന്നറിയാമോ? അവിടുത്തെ ഇളയ മകനില്ലേ സന്ദീപ്, അയാളാ കൊണ്ടുവിട്ടത്. ഇത് കേൾക്കുന്ന മാഷു പറയുകയാണ്, എടി ഇത്തിരി ബഹുമാനത്തോടെയൊക്കെ സംസാരിക്ക്. അവനെ പോലെ ഒരു ചെറുക്കനെ ഞങ്ങൾ ആരും ഇതുവരെ കണ്ടില്ല. പണത്തിന്റെ ഒരു ഹുങ്കും അവനില്ല. ഇതൊക്കെ കേൾക്കുന്ന ആതിര ചിരിച്ചുകൊണ്ട് കൈ കഴുകാൻ പോവുകയാണ്. തുടർന്ന് പറയുകയാണ്, മോനെ സന്ദീപേ, നിനക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ആണല്ലോ ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത്. ഇതൊന്നും വിളിച്ചു പറയാൻ എന്നെ കൊണ്ടാവുകയുമില്ല. എന്ത് ചെയ്യാനാ? പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. വിഷമത്തോടെ ഇരിക്കുന്ന സച്ചിയുടെ അരികിലേക്ക് അവന്തിക വരികയാണ്. സച്ചി, ഞാൻ ഈ ഫയലൊക്കെ ഒന്നുകൂടി പരിശോധിച്ചു. നമ്മുടെ കമ്പനി വക്കീൽ പറഞ്ഞതുപോലെ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണിത്. മിക്കവാറും ഉടൻ തന്നെ നമ്മുടെ ഈ പ്രൊജക്റ്റിന് സ്റ്റോപ്പ് മെമ്മോ വരും. നമുക്കിപ്പോ എന്ത് ചെയ്യാനാകും അത് മാത്രം പറയാൻ സച്ചി പറയുന്നു. നമ്മൾ ഓൾറെഡി കുറെ അധികം ഫണ്ട് തന്നെ ഈ പ്രൊജക്റ്റിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഇനി ഒരിക്കലും ഒരു റീഫണ്ട് ഉണ്ടാകില്ലെന്നാ അവരുടെ കമ്പനിയിലേക്ക് വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. കമ്പനിക്ക് വന്ന നഷ്ടങ്ങൾക്ക് ഒരു കോമ്പൻസേഷൻ നമുക്ക് ഫയൽ ചെയ്യാം. കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ഇവിടെ വെച്ച് നിർത്താം. നീ എന്ത് പറയുന്നെന്ന് അവന്തിക ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, ഏട്ടത്തി എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അങ്ങനെ ഏട്ടത്തി മാത്രം തീരുമാനിച്ചല്ലോ ഈ പ്രൊജക്റ്റ് തുടങ്ങിയത്. അപ്പോൾ നിർത്തുന്നതും എന്റെ മാത്രം തീരുമാനം ആകാൻ പാടില്ല സച്ചി. നമ്മൾ ഈ പ്രൊജക്റ്റ് തിരഞ്ഞെടുത്തതേ തെറ്റായിപ്പോയെന്ന് അവന്തിക പറയുമ്പോൾ സച്ചി പറയുകയാണ്, നമ്മളെടുത്ത എല്ലാ തീരുമാനങ്ങളും എപ്പോഴും ശരിയാകണമെന്നില്ലല്ലോ. തെറ്റുകൾ പറ്റും, അത് തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ തിരുത്തും. തെറ്റുകൾ പറ്റാതെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി. തിരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രത വേണം, അത്രമാത്രം. തീരുമാനമെടുത്താലേ ജീവൻ പോയാലും ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ സാധിക്കണം. നീ വിഷമിക്കണ്ട, ഇതല്ലെങ്കിൽ ഇതിലും വലിയ പ്രൊജക്റ്റ് നമുക്ക് വരും. നീ എന്താണെങ്കിലും ഈ ഫയലിലൊന്ന് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവന്തിക ഫയൽ നൽകുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കാതെ പോലും സച്ചി അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. ഫയല് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, നാളെ മാനേജറെ ഏൽപ്പിച്ചാൽ മതി. തുടർന്ന് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ സച്ചി മനസ്സിൽ പറയുകയാണ്, എന്റെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകണമെങ്കിൽ ഞാൻ തന്നെ തീരണം. സ്നേഹയുടെയും സന്ദീപിന്റെയും ഒക്കെ മനസ്സിൽ ഞാനിപ്പോൾ വെറും മോശക്കാരൻ മാത്രമാണ്. ഞാൻ ജീവിച്ചിരുന്നിട്ട് ആർക്കും ഒരു കാര്യവുമില്ല. നന്ദേട്ടന്റെ നഷ്ടത്തേക്കാൾ കൂടുതൽ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാനേ പോകുന്നില്ല. എന്നെക്കാൾ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയായവര് ഇവിടെയുണ്ട്. നേരം പുലർച്ചെയാകുന്നു. ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും മനസമാധാനമില്ലാത്ത ജീവിതം നരകതുല്യമാണ്. ഞാനായിട്ട് തന്നെയാ എന്റെ ജീവിതം നഷ്ടമാക്കിയത്. അത്രയും പറഞ്ഞ് തന്റെ ഡയറി എടുത്ത് അർച്ചനയ്ക്കായി ഒരു എഴുത്തെഴുതുകയാണ് സച്ചി. അങ്ങനെ അർച്ചനയുമായുള്ള നല്ല നിമിഷങ്ങളൊക്കെ ഓർക്കുന്ന സച്ചി അർച്ചനയ്ക്കുള്ള എഴുത്തെഴുതി ടേബിളിന്റെ പുറത്ത് വെക്കുകയാണ്. തുടർന്ന് അർച്ചന എടുത്തിയെന്ന് ഉറങ്ങുന്ന അർച്ചനയെ നോക്കി സച്ചി പറയുകയാണ്, തന്നെ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പോലും എന്നെ കൊണ്ടാകുന്നില്ല. താൻ എന്നോട് ക്ഷമിക്കണം. തനിക്ക് തുണയായും കൂട്ടായും തൻ്റെ ഒപ്പം എന്നും തൻ്റെ ഭഗവാൻ ഉണ്ടാകും. തുടർന്ന് വിഷമത്തോടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തുടർന്ന് സേതുവിന്റെ മുറിയിലേക്ക് പോയി സേതുവിനെ നോക്കി സച്ചി പറയുകയാണ്, അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാൻ കഴിയാത്തൊരു മകനായിപ്പോയി ഞാൻ. എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റുപോയി. എന്നിൽ നിന്നും ഇനി അച്ഛന് കിട്ടാൻ പോകുന്നത് ദുഃഖങ്ങളും വേദനകളും മാത്രമായിരിക്കും. അച്ഛൻ സ്വപ്നം കാണുന്ന ചെറുമക്കളെ തരാനും എന്നെ കൊണ്ടാകില്ല. അച്ഛനു വേണ്ടി മാത്രമാണ് ഞാൻ അർച്ചനയെ തിരഞ്ഞെടുത്തത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ ദ്രോഹം ചെയ്തത് അതായിരുന്നു. അവളെ ഞാൻ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. അത്രയും പറഞ്ഞ് സേതുവിൻ്റെ കാല് തൊട്ട് മാപ്പ് പറയുകയാണ് സച്ചി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.